രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ മോഹൻലാലിനെ നായകനാക്കി എം രഞ്ജിത്ത് നിർമ്മിക്കുന്ന തുടരും എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. തരുൺ മൂർത്തി ഈ ചിത്രം സംവിധാനം ചെയ്തു. വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ തരുൺ മൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവയാണ്. ആദ്യ ചിത്രമായ ഓപ്പറേഷൻ ജാവ അഭ്യസ്തവിദ്യരായ രണ്ട് ചെറുപ്പക്കാരുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു എങ്കിൽ, രണ്ടാമത്തെ ചിത്രമായ സൗദി വെള്ളയ്ക്ക നിയമ പോരാട്ടങ്ങളിൽ അകപ്പെടുന്ന ഒരു വയോധികയുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു സൗദി വെള്ളയ്ക്ക. അതിന് ദേശീയ പുരസ്കാരത്തിനും അർഹമായിട്ടുണ്ട്. തൻ്റെ മൂന്നാമത്തെ ചിത്രമായ തുടരും മെഗാതാരം മോഹൻലാൽ നായകനാകുന്ന ചിത്രമാണ്. പലർക്കും കയ്യെത്താ ദൂരത്ത് മാത്രം നിൽക്കുന്ന ഒരു മെഗാതാരം തൻ്റെ നായകനായി എത്തുകയെന്നത് ഏറെ ഭാഗ്യം തന്നെയെന്ന് കരുതുന്നതായി തരുൺ മൂർത്തി പറയുന്നു. 2 വർഷത്തിനു മേൽ ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കുന്നതിനായി തരുൺ മൂർത്തിയും തിരക്കഥാകൃത്ത് സുനിലുമായി ഒന്നിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും മാറ്റങ്ങൾ വരുത്തിയാണ് ചിത്രത്തിൻ്റെ മാസ്റ്റർ തിരക്കഥ റെഡിയായതെന്നാണ് തരുൺ മൂർത്തി പറയുന്നത്. നിർമ്മാതാവായ രഞ്ജിത്തേട്ടൻ്റെ വലിയ പ്രോത്സാഹനവും ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു. റാന്നിയിലെ സാധാരണക്കാരായ ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറുടെ ജീവിത കഥയാണ് തുടരും എന്ന ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. തികഞ്ഞ ഒരു കുടുംബകഥയാണ് ഈ ചിത്രത്തിൻ്റെത്. ധാരാളം സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു ടാക്സി ഡ്രൈവറുടെ കുടുംബം ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു ഷൺമുഖത്തിൻ്റെ കുടുംബം. ഈ ജീവിതത്തിനിടയിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ചില സംഭവങ്ങൾ ചിത്രത്തിൻ്റെ കഥാഗതിയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഒരുക്കുകയാണ്. ജീവിതഗന്ധിയായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ചിത്രം കടന്നു പോകുന്നത്. പ്രേക്ഷകർക്ക് എന്നും മനസ്സിൽ ചേർത്ത് വയ്ക്കാൻ പോരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇതിലെ ഷൺമുഖം. ഏറെ ഇടവേളയ്ക്ക് ശേഷം ശോഭന നായികയാകുന്നു എന്ന പ്രസക്തിയും പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. യഥാർത്ഥ ജീവിതത്തിൻ്റെ പച്ചയായ മുഹൂർത്തങ്ങൾ തികച്ചും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ഇതിലെ കഥാപാത്രങ്ങൾ നാം ഓരോരുത്തരുമാണ്. വലിയ മുതൽ മുടക്കിൽ 100 ദിവസങ്ങൾക്ക് മേൽ വ്യത്യസ്തമായ ലൊക്കേഷനുകളിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. മണിയൻ പിള്ള രാജു, ശ്രീജിത്ത് രവി, ശോഭി തിലകൻ എന്നിവരെല്ലാം ഇതിൽ പ്രധാന വേഷങ്ങളായിട്ട് വരുന്നുണ്ട്. KR സുനിലിൻ്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. സംഗീതം ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. ആശീർവാദ് സിനിമാസാണ് ഈ ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത്. ഏപ്രിൽ 25-ാണ് ഈ ചിത്രം റിലീസിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്.